വക്കീലിനെയും താരതമ്യപ്പെടുത്തുമ്പോൾ വക്കീലിന് വിവരമുണ്ട്, നിനക്ക് ഉയരമുണ്ട്. അതാണ് വ്യത്യാസം. ഞാൻ കരുതിയതുപോലെ അത്ര നിസാരനല്ല രാധാകൃഷ്ണൻ വക്കീൽ. എന്തായാലും നമുക്കൊരു തീരുമാനത്തിലെത്താം. വക്കീലിനെ നേരിൽ ചെന്ന് കാണാം. കാര്യത്തിന് കഴുതയുടെയും കാല് പിടിക്കണമെന്നാണ്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ 12,222 പേജുള്ള ആ തടിച്ച നിയമപുസ്തകം ഉദ്ധരിച്ചാൽ എന്റെ നിർവചനം കോടതിയുടെ മാന്യത പരിപാലിക്കേണ്ട ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്നാണ്. സമൂഹത്തിലെ ഉത്തരവാദപ്പെട്ട ഒരംഗം, മാന്യനായ ഒരു വ്യക്തി, അതാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചീപ്പായ ഈ റിക്വസ്റ്റിനോട് ഞാൻ വളരെ മാന്യമായി പ്രതികരിക്കുന്നു. ആ പെൺകുട്ടിയെ എനിക്കിഷ്ടമാണ്. ഐ ലവ് യു. ഐ ലവ് ഹർ. ഈ ഗ്രാമത്തിൽ ആ പെൺകുട്ടിയെ ലവ് ചെയ്യാനും വിവാഹം കഴിക്കാനും എന്തുകൊണ്ടും യോഗ്യൻ ഞാൻ മാത്രമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്, അവൾക്ക് ബോധ്യമുണ്ട്, ഈ നാട്ടുകാർക്ക് മുഴുവൻ ബോധ്യമുണ്ട്. മുരളി കോളേജിൽ പഠിക്കുമ്പോ അവള് 9ാം ക്ലാസ്സിൽ. അപ്പൊ മുരളി അവക്കൊരു ലവ് ലെറ്റർ കൊടുത്തിരുന്നു. വാട്ട് ലെറ്റർ? ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ലവ് ലെറ്റർ കൊടുക്കുക എന്നത് തന്നെ ക്രിമിനൽ കുറ്റമാണ്. പോട്ടെ, 1ലും 9ലും ഒക്കെ പഠിക്കുമ്പോ അങ്ങനെ ചിലതൊക്കെ സംഭവിച്ചെന്നിരിക്കും. ഇപ്പൊ അവൾക്ക് നിന്നെ ഇഷ്ടമാണോ? അല്ല, ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അത് തന്നെയാണ് എന്റെയും വിശ്വാസം. ഇഷ്ടമാണ് എന്ന് ഞാൻ ഇതുവരെ അവളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ പറയാതെ തന്നെ അത് ഗ്രഹിക്കാനുള്ള വിവേകം അവൾക്കുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഐ മീൻ, ഞാൻ എന്റെ നൊബിലിറ്റി കീപ്പ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. ഓഹോ, അപ്പൊ ഇത് ഒരു വൺ വേ. എന്തായാലും വൺ വേ റൂട്ടിലുള്ള മത്സരമാവുമ്പോ ആക്സിഡന്റ് ഉണ്ടാവില്ല. ചിലപ്പോൾ ആക്സിഡന്റ് ഉണ്ടായെന്ന് വരും. അർഹതപ്പെട്ടതാണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അഥവാ ഇനി തന്നെയാണ് അവൾ ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് ബോധ്യമായാൽ ഞാൻ പിന്മാറാം. പക്ഷെ അതുവരെ ഞാൻ മത്സര രംഗത്തുണ്ടാവും. ഓക്കെ? ആഗ്രഹങ്ങളെ ഗർഭം ധരിച്ച് സ്വപ്നങ്ങളെ പ്രസവിക്കുന്ന 2 പാവം കാമുകന്മാർ. ഇവരിൽ ഞാൻ എത്രയോ ഭേദം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ അച്ചേട്ടനെയും ചേച്ചിയും ബഹുമാനിക്കുന്നു. നിന്റെ കുഞ്ചേട്ടനെ ഭയപ്പെടുന്നു. കുഞ്ചേട്ടന് സംശയമുണ്ട്. ദിവ്യമായ പ്രേമത്തെക്കുറിച്ച് നിന്റെ കുഞ്ചേട്ടന് ഒന്നും അറിയില്ല. അവൻ ശിശു. വിശാലാക്ഷന്റെ ഈ ശരീരം വിശാലമായി ഒന്നേയുള്ളൂ, ഹൃദയം മാത്രം. ട്യൂട്ടോറിയലിലെ കൂട്ടുകാരികളൊക്കെ ചോദിക്കുന്നു എപ്പോഴാ കല്യാണമെന്ന്. ഫീൽഡ് ഓഫീസർ പോസ്റ്റിൽ നിന്നും എനിക്ക് പ്രമോഷൻ കിട്ടും. പിന്നെ നമ്മുടെ വിവാഹം. ചേച്ചിയുടെ വിവാഹം 16ാം വയസ്സിലാ കഴിഞ്ഞത്. നിന്നെ ഞാൻ 18ൽ കെട്ടും. അപ്പോഴവൻ ഞെട്ടും. അതുവരെ നമുക്ക് ഇങ്ങനെ പ്രേമിച്ചു സല്ലപിക്കാം. എന്തേ? അയ്യോ, പതുക്കെ പറ. ചേച്ചിയും ചേട്ടനും അകത്തുണ്ട്. ഓക്കേ. എനിക്കാകെ പേടിയാവുന്നു. ആ കുഞ്ചിച്ചക്കനെ ഞാൻ ഇങ്ങോട്ട് വന്നാ പിന്നെ അത് മതി ഇനി ഒരു ബഹളത്തിന്. ദേ, ഒന്ന് ചെന്നാ പെണ്ണിനോട് ഇങ്ങോട്ട് വരാൻ പറയൂ. എന്താ, നിന്റെ അനിയത്തിയെ കെട്ടിക്കാനുള്ള പണം കൊച്ചനെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ? എന്നാലും പ്രായമായ പെണ്ണിനെ ഇങ്ങനെ പ്രേമിക്കാൻ വിട്ടാ? എടി, ഈ ബന്ധം ഒരു ഭാഗ്യമാണെന്ന് വിചാരിച്ചാ മതി. അവൻ ആരാന്നറിയാം നിനക്ക്? ഓഫീസർ, ഫീൽഡ് ഓഫീസർ, FO. എന്തായാലും വത്സലയ്ക്ക് ചേർന്ന ബന്ധമൊന്നും അല്ല. ഒരുമാതിരി കൊക്കിനെ പോലെ. അല്ല, എല്ലാവർക്കും എന്നെ പോലെ ഒരു ഭർത്താക്കന്മാരെ കിട്ടുവടി. പിന്നെ എടി, ഈ വിവാഹം ഒരു ഭാഗ്യമാണ്, അതിലേറെ ബാധ്യതയും. ഏത് ചെറുകിടക്കാരനെയും വൻ കടക്കാരനാക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ഈ വിവാഹം. യു അണ്ടർസ്റ്റാൻഡ്? എല്ലാം തികഞ്ഞവനായിരിക്കണം നിന്റെ ഭാവി വരണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം തികച്ചു. എനിക്കിപ്പോ സാഹിത്യം അറിയാം. ഞാനല്പ സാഹിത്യം വായിക്കട്ടെ. നമുക്ക് അകത്തളങ്ങളിൽ എവിടെയെങ്കിലും ചേക്കേറാം. വരൂ. പ്രാണപ്രിയേ ചാരുലതേ ചഞ്ചല ഹൃദയേ കോമളാങ്കി കോമള അങ്കി നീ എന്റെ വത്സേ വത്സലേ വത്സലേ ഓ വത്സലേ വത്സലേ. നിന്റെ പൂങ്കവളിൽ ചുടുചുംബനങ്ങൾ കൊണ്ട് പാദമുദ്രകൾ അർപ്പിച്ചാൽ നീ എനിക്ക് എന്ത് തരും പ്രിയേ? പറയൂ പറയൂ. ചെരുപ്പ് കൊണ്ട് മുദ്ര പതിപ്പിച്ച് നിന്റെ മോന്നര ഷേപ്പ് ചെയ്യാൻ മഞ്ഞ പട്ടി. എടാ എലുമ്പേ, നിനക്ക് എന്റെ പെങ്ങളെ തന്നെ പ്രേമിക്കണോടാ? അല്ലാതെ എന്റെ പെങ്ങളെ എനിക്ക് പ്രേമിക്കാൻ പറ്റുമോ? ഉത്തരം പറയുന്നോടാ. എന്ത് ധൈര്യത്തിലാടാ നീ ഇവിടെ കയറി വന്നത്?
ഏത് പട്ടിയാടാ നിന്നെ ഇവിടെ സ്വീകരിച്ചിരുത്തിയത്? ഞാനാ ഞാനാണ് അവനെ സ്വീകരിച്ചിരുത്തിയത്. ഓഹോ, അപ്പൊ എല്ലാവരും ചേർന്നുള്ള കളിയായിരുന്നു അല്ലേ? അതെ, വത്സലയും വിശാലാക്ഷനും തമ്മിൽ ദിവ്യമായ പ്രേമത്തിലാണ്. താമസിയാതെ അവര് വിവാഹിതരാകുകയും ചെയ്യും. പ്രേമിക്കാനും പെണ്ണ് കെട്ടാനും എന്ത് യോഗ്യത ഇവനുള്ള? എന്റെ വ്യക്തിത്വത്തിൽ തുടരുത്, അവിടെ മാത്രം തൊട്ട് കളിക്കരുത്. നിന്നേക്കാൾ യോഗ്യത അവനുണ്ട്. ഇന്ത്യ മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരു കമ്പനിയുടെ എഫ്ഒ ആണ് അവൻ. എഫ്ഒ, അതിനോടൊപ്പം ഒരു എക്സ് കൂടി ചേർത്താ പൂർണ്ണമാകും. FOX, ഫോക്സ്. അയ്യോ ചേച്ചി, വിശ്വട്ടിനെ കുറുക്കാന്ന് വിളിച്ചു. അതിഥികളെ ആക്ഷേപിക്കരുത്. അതിഥിയോ? അതെ, ഇപ്പൊ അതിഥി. വൈകാതെ തന്നെ ഇവൻ നിന്റെ അളിയനും ആവും. എന്റെ പെങ്ങളാണ് ഇവള്. ഈ കാര്യത്തിൽ എനിക്കും ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. ഒരു പവൻ പൊന്നോ ഒരു 100 രൂപ നോട്ടോ തികച്ച് കാണാത്ത നീ എന്ത് തീരുമാനിക്കാനാടാ? പൊന്നും പണവും സമ്പാദിച്ച് പെങ്ങളെ കെട്ടിച്ചയക്കാമെങ്കിൽ നീ തന്നെ തീരുമാനിച്ചോ. ഏത് കോലോത്ത തമ്പുരാനെ കൊണ്ട് വേണമെങ്കിൽ കെട്ടിച്ചോ. എനിക്ക് ഈ തമ്പുരാൻകുട്ടിയെ കൊണ്ട് കെട്ടിക്കാനേ സാധിക്കൂ. അല്ലാതെ തെണ്ടി തിരിഞ്ഞു വന്ന് ആങ്ങളെ ചമയാൻ ശ്രമിച്ചാലുണ്ടല്ലോ, നിന്റെ റേഷൻ കാർഡ് ഞാൻ കീഴിക്കളയും. മനസ്സിലായടാ? എന്നെങ്കിലും ഒരു ഇരുട്ടടി നിനക്ക് ഞാൻ തരുവടാ പട്ടി. എന്താടാ നോക്കി പേടിപ്പിക്കാടാ ഞാനൂലേ? പേടിച്ചു പോയല്ലേ? തമ്പുരാൻകുട്ടി ഇരിക്കേ. എന്ത് പറ്റി? കേറിയോ? ആ, പുട്ടും കടലയും കോഴിയിറച്ചി എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഓഹോ, വിശ്രമം മാത്രമല്ല ഭക്ഷണമുണ്ട്. ചേച്ചി ഇതിന് കൂട്ടു നിൽക്കല്ലേ? അച്ചൂട്ടൻ പറയണ പോലെ ഒന്നും കൊടുക്കാതെ ഒരുവൻ കെട്ടാൻ തയ്യാറായ അത് ഭാഗ്യം കരുതല്ലേ വേണ്ടത്. ഇതിനെ കെട്ടി തലയിൽ വെച്ച് കൊടുത്താല് ഒന്ന് ചുമക്കാൻ പോലുള്ള ആരോഗ്യമുണ്ട് അന്നത്തിലേക്ക്. ഈ ലോകത്ത് വേറെ ഒരു സുന്ദരനെയും കിട്ടിയില്ല നിനക്ക് പ്രേമിക്കാൻ. വിശ്വട്ടിന് എനിക്കിഷ്ടമാണ്. ബാഹ്യ സൗന്ദര്യത്തിലല്ലല്ലോ ഒരു പുരുഷന്റെ വ്യക്തിത്വം. ഓഹോ, അപ്പൊ എക്സ്റേ എടുത്ത് അവന്റെ ആന്തരിക സൗന്ദര്യം കൂടെ നീ കണ്ടെത്തി കഴിഞ്ഞു അല്ലേ? കൊള്ളാം. ഒന്നിച്ച് പൊറുക്കേണ്ടത് അവളല്ലേ, നീ എന്തിനാ ബഹളം വയ്ക്കണേ? കണ്ട അണ്ടനെ അടകോടനെയും കയറി അളയാതെ വിളിക്കേണ്ട എന്റെ ഒരു ഗതികേട്. ഒന്ന് നീനാൻ വെച്ച് ഇനിയിപ്പോ ഒരു മരപ്പട്ടി. അത്രയ്ക്ക് കുറച്ചിലാണെങ്കിലേ ഞങ്ങൾ ആരും അല്ലാന്ന് പറഞ്ഞാ മതി. എന്നെ ഒരു ദേവതയെ പോലെ പൂജിക്കുന്ന ആളാ വിശ്വട്ടൻ. അന്നം കാണാത്തവന് പച്ചരിക്കഞ്ഞ് കിട്ടിയാലും അത് പാൽപ്പായസമാണെന്ന് തോന്നൂടി. ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചില്ലേ? വിശാലാക്ഷന് വിശക്കുന്നു. ചിക്കൻ സൂപ്പ് റെഡിയായില്ലേ? ഇതൊക്കെ തന്നെ ധാരാളാ. ഇനി എന്തിനാ ചിക്കൻ സൂപ്പ്? തീറ്റിക്കാവടാ, തീറ്റിക്കാം. തന്നെ ഞാൻ ചിക്കൻ സൂപ്പ് തന്നെ തീറ്റിക്കാം. നീ എന്ത് വിട്ടിത്താ പറയുന്നത്? സ്വന്തം വീട്ടിൽ തന്നെ കോഴി മുട്ടിക്കാന്ന് വെച്ചാ? എനിക്ക് പ്രതികരിക്കണം. പ്രതികരിക്കാൻ മറ്റു മാർഗമൊന്നും നീ കണ്ടില്ലേ? തൊഴിലും ത്വരയൊന്നും ഇല്ലാത്തവന് പ്രതികരിക്കുന്നതിന് പോലും പരിമിതി ഉണ്ടടാ. റാങ്ക് ലിസ്റ്റിൽ പേരുള്ള ഒരു അഭ്യസ്ത വിദ്യനെ നിലയ്ക്ക് എനിക്ക് നിങ്ങളുടെ വികാരമൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്നാലും ഭാവിയെ പറ്റി യാതൊരുവിധ ഗ്യാരണ്ടി ഇല്ലാതെ നിങ്ങൾ എങ്ങനെ കുടുംബത്തെ മാനേജ് ചെയ്യും? വലിയ കഷ്ടം. ഞാനിപ്പോ താമസിയാതെ ക്ലർക്കാവും. കാരണം എന്റെ മതി നിർത്ത്. എന്റെ റാങ്ക് ലിസ്റ്റിന്റെ ഒരു പൊങ്ങച്ചം. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സപ്പർ സംഘത്തിന്റെ നിയമാവലിയിൽ ഒരു നിബന്ധന ഉണ്ട്. അതായത് സംഘാംഗങ്ങളുടെ വീട്ടിൽ മോഷണം അരുത്. ശരിയാണ്. ഇന്ന് നിന്റെ വീട്ടിൽ വെച്ചാകുമ്പോ നാളെ അത് എന്റെ വീട്ടിൽ വെച്ചാ. അതെ, അല്ലെങ്കിലും കോഴി ആയാലും താറാവായാലും ഇളനീരായാലും ആരാന്റെ മുതൽ കട്ടു തിന്നുമ്പോഴാ ഒരു രുചി. അതുകൊണ്ട് അവനവന്റെ വീട്ടിൽ മോഷണം വേണ്ട. ആണത്വത്തിന്റെ ആണിക്കല്ല് സ്വന്തം കുടുംബാംഗങ്ങൾ ചേർന്ന് പറിച്ചെടുക്കുമ്പോ അതിനെതിരെ പ്രതിഷേധിക്കാൻ ആത്മാർത്ഥ സുഹൃത്തുക്കൾ പോലും ഇല്ലെന്ന് വെച്ചാൽ. ശരി, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നിയമാവലി തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റി എഴുതാം. ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ വെച്ച്. ഓക്കെ? ഇരുട്ടാണേ സൂക്ഷിക്കണേ. സൂക്ഷിച്ച്. വണ്ടിയുണ്ടോ? അളിയനുണ്ട്. അളിയനെ പൂട്ടിയിട്ടുണ്ടല്ലോ. കോഴിക്കോടെത്താനായി. കോഴിക്കോടോ? അയ്യോ, ഉറങ്ങ. വിളി. കിടക്കല്ലേ. പോയി കളിച്ചോ. നിർത്ത്. എന്ത് ഭ്രാന്തായത്? അങ്ങനെ ഒരുത്തൻ ഇനിയോട് സൽക്കരിക്കണ്ട. നിങ്ങൾ കിട്ടോ, ഞാനും എത്തിക്കോളാം. നീ എവിടെ പോവുക? ഞാനങ്ങ് എത്താം. ചെറിയ പണിയുണ്ട്. അവസാനം മറ്റുള്ളവർക്ക് പണി ഉണ്ടാക്കല്ലേ. എന്താടാ? കഷ്ടം. കഷ്ടമല്ല, കാഷ്ടം. പിടിക്കണം വിചാരിക്കണം.
കോഴിക്കള്ളന്മാരെ പിടിക്കാൻ വന്നതായിരുന്നു ഞാൻ. അയ്യോ ദൈവമേ, എന്റെ കോഴികളെ മുഴുവൻ ആരോ ഓടിച്ചോട്ട് പോയി. ഞാൻ ഒളിച്ചു നിന്ന് പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു, പക്ഷെ കൈവിട്ടുപോയി. എന്താ കള്ളന്മാർ തലക്കെടുതല്ലയോ? അല്ല, കള്ളനാണെന്ന് കരുതി ഞാനാ അവനെ തല്ലിയത്. മോനെ, നിനക്ക് വേദനിച്ചോ? ആളെ മനസ്സിലായോ? ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല, പക്ഷെ മുതുകിനെ നോക്കി ഒരു ഏർ കൊടുത്തു. ആളിന്റെ ശരീരാവസ്ഥയിൽ മിക്കവാറും ആ ഏറിന് ചാവാനാണ് സാധ്യത. കറുത്ത് തടിച്ച ആളെന്നല്ലേ കേളുപണിക്കർ പറഞ്ഞത്? ഇരുട്ടത്ത് പിന്നെ ആളെ കാണുമ്പോ കറുത്ത് തന്നെ ആയിരിക്കില്ലടോ തീവ്രദോഷി. ആരായിരിക്കും അത്? എന്തായാലും നമ്മളല്ലല്ലോ, അത് തന്നെ ഒരാശ്വാസം. എന്തിനാ വാദപ്രതിവാദം നടത്തണേ? കുഞ്ചു ഇപ്പൊ ഇങ്ങ് എത്തുമല്ലോ, അപ്പോഴറിയാലോ ആളാരാണെന്നുള്ളത്. പേപ്പറിൽ എന്താ വിശേഷം? എന്താ എന്തുവാടാ? പേപ്പർ മടക്കിയപ്പോ വിരൽ അതിനിടയിലായി പോയി. ആളിങ് എത്തിയല്ലോ. വരണം, പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. കള്ളനെ നേരിൽ കണ്ടു എന്ന് കേട്ടു. ആളെ തിരിച്ചറിഞ്ഞോ? പാണ്ടിക്കാരാണെന്നോ പട്ടാളക്കാരാണെന്നൊക്കെ പറയുമ്പോ എനിക്ക് അറിയാമായിരുന്നു കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന്. അതെ അതെ. ആരുടെങ്കിലും രൂപസാദൃശ്യം തോന്നുന്നുണ്ടെങ്കിലേ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞാനില്ലേ ഇവിടെ. ഇവൻ തന്നെ കള്ളൻ. കള്ളം, പച്ചക്കള്ളം. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കോഴി കണ്ടിട്ട് പോലുമില്ല. കോഴിയേ കണ്ടിട്ടില്ലെന്നോ? അയ്യടാ, ഇല്ല, ഇന്നലെ രാത്രി ഞാൻ കോഴി കണ്ടതേ ഇല്ല. വ്യക്തിവൈരാഗ്യം കൊണ്ട് അവൻ എന്നെ കോഴിക്കള്ളനാക്കുന്നതാ. അയ്യോ, ഇവൻ തന്നെയാണ് കള്ളൻ, ഞാൻ നേരിൽ കണ്ടതാ. അങ്ങനെ ഒരാളെ മാത്രം സംശയിച്ചാലോ? വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ വല്ലതും ഉണ്ടോ? തെളിവുണ്ട്. എവിടെ? ഇവന്റെ മുതുകിൽ ഏറുകൊണ്ടൊരു കലയുണ്ട്. ഇല്ല, പച്ചക്കള്ളം. ഏതായാലും എല്ലാവരുടെയും വിശ്വാസത്തിന് വേണ്ടി ആ മുതുകൊന്ന് കാണിക്കുക. ഇല്ല, എന്റെ മുതുകിൽ കലയേ ഇല്ല. എടോ, ഇല്ലെങ്കിൽ താരം തന്നെ പഠിക്കണേ. ആ ഷർട്ട് അഴിച്ച് കാണിച്ചോട്ടെ. ഞാൻ പല്ലി തെറ്റിട്ടില്ല. മുതുകില് കലയുണ്ടോ നോക്കാൻ അതിനിപ്പം ബ്രേസർ ഇട്ടില്ലെങ്കിൽ എന്താ? ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് തുണി അഴിക്കാൻ എനിക്ക് നാളെക്കേടാ. ഓ, ഇതിപ്പോ എന്റെ ചാരിത്രവും പോകണം പരിശോധിക്കുന്ന പോലെയാ. വർത്താനം പറയാ, ഷർട്ട് അഴിക്ക്. എന്തായാലും തന്റെ ഷർട്ട് അഴിച്ചിട്ട് തന്നെ കാര്യം. അഴിക്കടാ ഷർട്ട്. അഴിക്കടാ. മര്യാദയ്ക്ക് അഴിക്കുന്ന എനിക്ക് നല്ലത്. ഞാൻ അങ്ങേ അറ്റം പോയ ഇന്ത്യൻ പ്രസിഡന്റ് ആവും, ഇങ്ങേ അറ്റം വന്ന തനി തറയാണല്ലോ തെണ്ടി. അഴിക്കടാ. നിങ്ങൾ കേൾക്ക്, ഞാനൊരു സത്യം പറയാം. എനിക്ക് മുതുകില്ല. എന്നാ മുതുകില്ലാത്ത ജന്തുവിന്റെ മുതുക എനിക്കൊന്ന് കാണാം. ഞാനല്ല കോഴിയെ മോട്ടിച്ചത്, ഞാനല്ല പട്ടി. ഒരു പാവം നിരപരാധിയെ നാട്ടുകാർ ചേർന്ന് ഈ പരുവത്തിലാക്കി. പക്ഷെ സത്യാവസ്ഥ ചേട്ടനെങ്കിലും വിശ്വസിക്കണം. ഉടയ തമ്പുരാൻ ആകാശത്ത് ഇറങ്ങി വന്ന് നിന്നെ ചൂണ്ടി കള്ളനാണ് എന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കൂല. പക്ഷേ ഇതെനിക്ക് വിശ്വസിച്ചേ പറ്റൂ. അയ്യോ, ഞാൻ കള്ളനല്ല, സത്യസന്ധനായ ഒരു നിരപരാധിയാണ്. എടാ നിരപരാധിയുടെ മോനെ, അന്ന് ഉച്ചയ്ക്ക് പുഴുങ്ങിയ കോഴിമുട്ടയും പൊരിച്ച കോഴിയിറച്ചിയും മൂക്കറ്റ് നക്കി നക്കി തിന്നേച്ച് അന്ന് രാത്രി തന്നെ ഇവിടെ വന്ന് കോഴിയെ മോഷ്ടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോടാ? സത്യമായിട്ട് ഞാൻ കോഴിയെ മോഷ്ടിക്കാൻ വന്നതല്ലായിരുന്നു. പിന്നെ നട്ടപ്പാതയ്ക്ക് കോഴിക്ക് തീറ്റ കൊടുക്കാൻ വന്നായിരുന്നോടാ കുറുക്ക? എന്നെ വിശ്വസിക്കൂ, ഞാൻ ആരെ പിടിച്ചു വേണമെങ്കിലും സത്യം ചെയ്യാം. നിർത്ത്, വ്യക്തമായ തെളിവുണ്ട്. മുതുകിലെ കലയല്ല എന്റെ തെളിവ്. കാണണോ നിനക്ക്? മീനാക്ഷി,
ഈ ഡയറി തന്നെയല്ലേ? എന്താ മിണ്ടാത്തത്? സംഭവം നടന്ന അന്ന് രാത്രി ഈ വീട്ടുപറമ്പിൽ നിന്നും കണ്ടുകിട്ടിയ തൊണ്ടിയാണിത്. അത് പിന്നെ മിണ്ടിപ്പോരുത്. പെണ്ണുങ്ങളെ പോറ്റുന്ന കോഴികളെ മൂട്ടിക്കുന്നതിനേക്കാൾ അന്തസ്സായി ഏതെങ്കിലും ബാങ്ക് കൊള്ളയടിച്ചു വിടാ. എന്നാ എന്നെ കൊണ്ടാം. കൊണ്ടാ തന്നെ ഒരു കുറുക്കന്റെ ലക്ഷണം. എന്റെ തൊഴിലാണ് സത്യം. നിർത്ത്. തൊഴിൽ പിടിച്ചാണ് സത്യം ചെയ്യുന്നതെങ്കിൽ ഡയറി പിടിച്ചല്ല സത്യം ചെയ്യേണ്ടത്, കോഴിയെ പിടിച്ച് സത്യം ചെയ്യണം. കോഴിയാണ് സത്യം. ആളെ പഠിപ്പിക്കാ. വത്സലെ, നീയെങ്കിലും എന്നെ വിശ്വസിക്കും, ഞാൻ കള്ളനല്ല. കുഞ്ചേട്ട കണ്ടതല്ലേ? ആ മഹാഭാവി പാവം ചെയ്യാത്തവനെയാണ് കല്ലെറിഞ്ഞത്. എഫോനൊപ്പം എക്സ് കൂടി ചേർത്ത പൂർണ്ണമായെന്ന് ഇപ്പൊ ബോധ്യായി. നെഞ്ചു വളർന്ന് മസ്തിഷ്കം പുറത്തെടുത്താലും വിശ്വസിക്കുകയില്ലെന്ന് വെച്ചാൽ എന്റെ നിരപരാധിത്വം കാലം തെളിയിക്കും. അന്നതായി അമ്മോ, അയ്യോ.